എല്ലാവരുടെ കയ്യിൽ ഫോണില്ലേ? ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും SBIയും ഫെഡറൽ ബാങ്കില്ലേ, ആ ബാങ്കിൻ്റെ ലോക്കറിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ട്. ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെയൊക്കെ മൊബൈലിന്. അള്ളാഹു കാക്കമാറാകട്ടെ. എടാ, ഈ മൊബൈലിന് നമ്മൾ ഇട്ടിരിക്കുന്ന ലോക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ലോക്കറിന് പോലും ഇല്ലടോ. എനിക്ക് ഓർമ്മ വരുന്നു, ഞാനൊരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ നിന്നു കൊടുത്തു. ആ മനുഷ്യൻ എടുക്കുന്ന ലോക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ പ്രായമുള്ള ഉപ്പ ഇങ്ങനെ എന്തോ വരച്ചിട്ടൊരു ലോക്ക്. എടോ, ഇന്ന് മനുഷ്യന്മാരുടെ ലോക്കാലോചിക്കേ. ഭർത്താവ് എല്ലാവരുടെ ഫോണിലും ലോക്കാ. ഭാര്യ ചോദിക്കുക, നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്ത? ഭർത്താവ് ചോദിക്കുക ഭാര്യയോട്, നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തേ? നിനക്കല്ലെങ്കിലും സംശയാടി. ഭർത്താവ് ഭാര്യയോട് പറയുന്നു. ഓളി ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഇക്ക എൻ്റെ ഫോൺ തൊട്ടത്? പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകാം, ഇതിനെ ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോകാം. കാരണം വെക്കണില്ല. എന്തുകൊണ്ട്? നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തോ അതിനകത്തുണ്ട്. അതുകൊണ്ടല്ലേ ലോക്കിട്ടിരിക്കുന്നത്. കുറേ കാലം പറഞ്ഞു ഉസ്താദെ മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാ. കുറേ കാലം നമ്മൾ പറഞ്ഞു മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാണ്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ ആർക്ക് വേണം? മക്കൾക്ക് വേണോ? മക്കൾ നല്ല ഐഫോണുമായിട്ട് നടക്കണേ. കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല ഫോണാ. ഉമ്മ നിന്റെ ഫോൺ എന്തിനാ നിന്റെ മോക്ക്? അപ്പം നിന്റെ ഫോൺ നിന്റെ ഭർത്താവിന് പോലും എടുത്താ നീ വാഴ്തു പറയും. വീട്ടിൽ കിടന്നിട്ട് മറച്ചു വെക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത്രയൊക്കെ ഉള്ളൂടെ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം ഷെയർ ചെയ്യേണ്ടവരല്ലേ. സന്തോഷവും ദുഃഖവും എല്ലാ വിഷയങ്ങളും പരസ്പരം പറയേണ്ടവരാ ഭാര്യയും ഭർത്താവും. ഈ കള്ളത്തരം കാണിക്കണെന്തിനാ? ഈമാനുള്ള ജീവിതം, നല്ല സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സ്നേഹമില്ലടോ ഭാര്യയ്ക്കും ഭർത്താവിന്. ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമൊന്നുമില്ല. അഭിനയം, സീരിയൽ കണ്ടിട്ട് ഇപ്പം അഭിനയിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വിലയോ മഹത്വമോ ഒന്നും നമുക്കറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലുപ്പം നമുക്കറിയില്ല. അറിയോ? ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചുപോയി. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ നടന്ന് വീടിൻ്റെ മുമ്പിൽ ചെന്നു ഭാര്യയും ഭർത്താവും. ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് വന്നേ. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയി, വീടിൻ്റെ മുൻഭാഗമെത്തി, കൂടെ വന്നവരെല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. നീയും നിന്റെ ഭാര്യയും മാത്രമായി. ആ സമയത്ത് നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, എങ്ങനെ? ചിലതൊക്കെ ബൈക്കിൽ കൂടെ നട റോഡിൽ കൂടെ കെട്ടിപ്പിടിച്ചു പോകും. അതൊക്കെ വേറെ. അള്ളാഹു കാക്കമാറാകട്ടെ. അതൊന്നും ഒരിക്കലും സ്നേഹമല്ലടോ. നമ്മൾ നോക്കുമ്പോൾ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൗണിലൂടെ ഇപ്പൊ ഒരു ബൈക്ക്, കല്ലട ബസ് പോലെ, ഭർത്താവ് താഴെയും ഭാര്യ തലയിൽ, ഇങ്ങനെ വണ്ടിയാണല്ലോ. എന്നാ പ്രേമം, കെട്ടിപ്പിടിച്ചോണ്ടാ പോണേ. കണ്ടാ വിചാരിക്കും ലവ് ബേഡ്സ് ആണ്. അതൊക്കെ കള്ളത്തരം. എടോ, അല്ലാഹ് നീ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ആരുമില്ല, നീയും ഭാര്യയും മാത്രം. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും പുണ്യമാ. കയ്യിലൊന്ന് പിടിച്ചാൽ മതി ഭാര്യയുടെ. ചിരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? സംസാരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൂട്ടുകാരൻ്റെ അയൽവാസിയുടെ ഭാര്യയെ കണ്ടു. ആമിന, സുഖമാണോടി? മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം. അച്ചാക്കി എങ്ങനെയുണ്ട്? അയ്യോ, എന്തൊരു സന്തോഷം ചോദ്യം. പെണ്ണുമ്പിള്ളയെ കാണുമ്പം ഇങ്ങനെ ഇരിക്കുക, കടന്തൽ കുത്തിയതുപോലെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കു പരസ്പരം. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതം സ്നേഹിക്കണം, പരസ്പരം പ്രണയിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയമൊക്കെ ഉണ്ട്, പ്രണയം ഇല്ല എന്നൊന്നും ആരും പറയണില്ല. പ്രണയിക്കണം. ആരെ? സ്വന്തം പെണ്ണുമ്പിള്ളെ, കണ്ടവൻ്റെ പെണ്ണുമ്പിള്ളെ അല്ല. സ്വന്തം പെണ്ണും ഭർത്താവിനെ സ്നേഹിക്കുക, അയൽവാസിയല്ല. പ്രേമവും പ്രണയമൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നോക്കിയ എല്ലാവരും പറയും സ്നേഹം കള്ളവ, അഭിനയമാടോ. ഭാര്യ മരിച്ചു, ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നീ മരണപ്പെട്ടു പോയി, ഒരു 3, 7, 10 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, അളിയ, അള്ളാഹുടെ തീരുമാനം, ഭാര്യ മരിച്ചു, അള്ളാഹ് സ്വർഗം കൊടുക്കട്ടെ, പക്ഷെ നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഒരു നല്ലൊരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. അപ്പോൾ ഭർത്താവ് പറയുക, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഒരു 40 ദിവസം, കൂടുതലൊന്നും വേണ്ട. അപ്പോഴും ഓം പറയണത് 40 കഴിയട്ടെ, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഇതാ സ്നേഹം.
പിന്നെ നിങ്ങൾ ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം. ആരാപ്പ ഇദ്ദയിരിക്കണേ? 40 ദിവസം സക്കറാത്ത് വലിക്കണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കും. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും. അത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്നേഹം അത്രയേ ഉള്ളൂ. ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു പിതാവ് അറ്റാക്ക് വന്നു. അദ്ദേഹം ജുമയ്ക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പയുടെ വാപ്പയാ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായി. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഭർത്താവ് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ 3 ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആ സഹോദരിയും മരിച്ചു, ഖബറടക്കി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഭാര്യ ഐസിയുവിനകത്ത് കിടക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ പോകും, ഞാൻ മരിക്കും. കാരണം എൻ്റെ ഇക്ക ഇങ്ങനെ പറയാറുണ്ട്. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അല്ലാതെ നമ്മൾ ഇങ്ങനെ കാണിക്കണ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഇട്ടിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതോ ഐസ്ക്രീം വെച്ച്, അതൊന്നുമല്ല. സ്നേഹിക്കു പെങ്ങളെ, അഭിനയൊക്കെ മാറ്റിവെക്ക്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കണം, പ്രണയിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ബീച്ചിലും പാർക്കിലും ഇരുന്ന് കാണിക്കുന്നതല്ല സ്നേഹം, അതൊക്കെ അഭിനയമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ സ്നേഹിച്ച 2 പേരെ പറഞ്ഞു തരട്ടെ. സ്നേഹിക്കാൻ പഠിപ്പിച്ച 2 പേരെ പറഞ്ഞു തരട്ടെ. സമയം 11 മണിയായി. എൻ്റെ സമയം കഴിഞ്ഞു. അള്ളാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭക്ഷണം വന്നിരിക്കുമ്പോൾ നിസ്കരിക്കൽ പോലും കറാഹത്ത അല്ലേ? ഭക്ഷണം ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കൽ പോലും കറാഹത്തെന്ന. നിങ്ങളൊക്കെ ഭക്ഷണവും കൈ പിടിച്ചുകൊണ്ടിരിക്കുക, വഅദ് പറയലപ്പോൾ എന്തായിരിക്കും? അപ്പോൾ 11 മണിയായി. എനിക്കൊരു 10-15 മിനിറ്റ് തന്നാൽ ഞാൻ ഈ ചരിത്രം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ദുആ ചെയ്യാം. എന്ത് വേണം? കുറച്ചു നേരം കൂടി ഇരിക്കുമോ? അപ്പം ഞാൻ പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. തൻ്റെ ഭാര്യ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ചിട്ടൊന്നുമല്ല കേട്ടാ, പ്രണയിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. ഈ നബിതങ്ങളും ഖദീജ ബീവിയും 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അങ്ങനെ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ നബിയന റസൂലുള്ളാഹി നബിതങ്ങളെ കാത്തിട്ട് നിൽക്കുക. കല്യാണം കഴിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴല്ല, 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ. ഇത് സിനിമ കഥയൊന്നല്ല കേട്ടാ, സീരിയലിലെ കഥയൊന്നല്ല, അള്ളാന്റെ റസൂലിന്റെ കഥയാ ഞാൻ പറയാ. 65 വയസ്സുള്ള ഖദീജ ബീബി കുളിച്ചു ഒരുങ്ങി നബിതങ്ങളെ കാത്തു നിന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി സ്വീകരിച്ചു. ഭക്ഷണം എടുത്തു വെച്ച് നബിതങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഖദീജ ബീവി അടുത്തു വന്നിട്ടിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുവോ? 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാ, എനിക്കൂടെ വാരിത്തരുവോ? അള്ളാന്റെ റസൂൽ വാരിക്കൊടുത്തു ഖദീജ ബീവിക്ക് ഭക്ഷണം. ഞാനും വാരിത്തരട്ടെ നബിയെ? വാരിത്താ നബി, വാരിത്താ ഖദീജ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീവിക്കും വാരിക്കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ
ഒരു ജ്യൂസ് വെടിച്ചിട്ട് അപ്പുറം ഇപ്പുറവും ഓരോ സ്ട്രോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ, പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക്. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ഭക്ഷണം കഴിച്ചു, അതാണ് പ്രേമം, അതാണ് പ്രണയം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആ മടിയിലൊന്ന് തരവെച്ചിട്ട് കിടന്നോട്ടെ നബിയെ. നീ കിടക്ക് ഖദീജ, ധൈര്യമായിട്ട് കിടക്ക്. അള്ളാന്റെ റസൂൽ ഖദീജ ബീബിയെ പിടിച്ചു മടിയിൽ കിടത്തി. നീയോ? നിങ്ങളോ വാപ്പായ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി. നീ ഒരു റൂമില്, ഭാര്യ വേറെ റൂമില്. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങളെങ്ങനെ ഒരു 10-45 കഴിഞ്ഞാൽ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാം. ഇനി ഭർത്താവ് പറയുന്നു, വാ ആമിന, എടേ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഓ മക്കളുടെ കെട്ടിയവൻ്റെ കൂടെ കിടക്കും. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ? മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നബിതങ്ങൾ എന്തൊരു ഗ്ലാമറാ നബിയെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ പൊന്നാര കാക്ക പ്രായമാകുന്തോറും ഗ്ലാമർ കൂടാൻ? അതുണ്ടോ? നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചളയാനാ പറയാ. ഭാര്യ പറയണമെന്ന് വടിച്ചളയാൻ. അങ്ങനല്ല, നബിതങ്ങൾ തിരിച്ചു വിട്ടില്ല. തിരിച്ച് ഖദീജയോട് ചോദിച്ചു, 25 കൊല്ലമായിട്ട് കാണാ, നീ എന്താ ഈ ചോദിക്കണേന്ന്. അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. വല്ലാത്ത ഒരു പിടുത്തം. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, മുത്തി നബിയെ, 25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ആ ഒരു ചോദ്യം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ബീബി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലങ്ങ് വാപത്തി പിടിച്ചടോ. ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈവെക്കുകയാ. ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ. ആരാണ് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? അതാ ഖദീജയെ കുറിച്ച് പഠിക്കും പെങ്ങളെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഖദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഖദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. നിബിതങ്ങളെക്കാൾ 15 ദിവസമല്ല, 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഭർത്താവിനേക്കാൾ 15 വയസ്സ് ഖദീജയ്ക്ക് കൂടുതലാണ്. ആ ഖദീജ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിതങ്ങളുടെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നിബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം. പെങ്ങളെ, നിനക്ക് അർഹതയുണ്ടോ?
നിനക്ക് അർഹതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ പരാതിയില്ല ഖദീജ, പരാതിയില്ല ഖദീജ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നിന്നെക്കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് നബി തങ്ങൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ചു പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ചോദിക്കുകയാ, മൂന്നാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരീരമാണ്. അതുകൊണ്ട് നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാൻ. എന്നെ കുളിപ്പിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന്. പടച്ചവനെ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ജനാസ കഫം പൊതിയുമ്പോ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അത് എനിക്ക് വേണം നബിയേ, അത് എനിക്ക് വേണം നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാ. നിങ്ങളില്ലാതെ ഖദീജയ്ക്കും തുറക്കമാട്, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധം വേണം. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചു പൊതിയണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാ. മൂന്നാമത്തെ വസിയ്യത്ത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് ഖബറിലിറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ ഖബറിലിറക്കി വെക്കാൻ നബിയേ. നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞു. നബി തങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഖദീജയുടെ ജനാസ കുളിപ്പിച്ചു. നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അല്ലാഹുവേ, കഫം പൊതിയുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഷാലെടുത്ത് വെച്ച് ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. അവസാനം നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ താങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നബി തങ്ങൾ അവിടുന്ന് പിടിമണ്ണ് വാരി വെക്കുകയാണ്. നബി തങ്ങളുടെ കണ്ണുനീര് കാരണം ഖദീജയുടെ കഫം തുണി പോലും നനഞ്ഞുടോ. റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഖബറടക്കി പിരിയുകയാ. വേറെ ഒരുപാട് വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് ഖദീജാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണ്.
നബിതങ്ങളും മറന്നില്ല, നബിതങ്ങളും മറന്നില്ല. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അള്ളാന്റെ റസൂൽ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക്. നബിതങ്ങൾ ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോ നബിതങ്ങൾ പറയും, എന്റെ ഖദീജ അങ്ങനെയാ, എന്റെ ഖദീജ ഇങ്ങനെയാ. അള്ളാന്റെ റസൂല് മറ്റുള്ള ഭാര്യമാരോട് ഖദീജാനെ പൊക്കി പറയുമ്പോ ആയിഷ ബീബിക്ക് ഒരിക്കൽ ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീബി ചോദിക്കുകയാ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, വേറെ ഭാര്യമാരൊന്നുമില്ലേ? അള്ളാന്റെ റസൂല് കരഞ്ഞു, പെങ്ങളെ തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാതെ കരയുകയാ. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എന്റെ ഖദീജയെ പോലെയാകില്ല. ഇതാകണം സ്നേഹമെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും സ്നേഹിക്കണ്ടെങ്കിൽ ഇങ്ങനെയാണ്. മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് സ്നേഹത്തോടെ നടന്നിട്ട് ഈമാനോടുകൂടി മരിക്കണേ പെങ്ങളെ. നാളെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതുകൊണ്ട് മന്നസിന അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന. സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയോ? അവന്റെ മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ മുമ്പിൽ ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറയാൻ ഒരു കൂട്ടുകാരൻ വേണേ പെങ്ങളെ, ഒരു കൂട്ടുകാരി വേണേ. രണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് ഒപ്പം ചോദിച്ചാലും 1000 നാവായിരിക്കണം, എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക എത്ര താമസിച്ചു വന്നാലും നിസ്കരിക്കും, അള്ളാഹനെ വല്ലാത്ത പേടി എന്ന് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരവസ്ഥ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സമയം 11:15, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഭക്ഷണവുമായിട്ടിരിക്കുക. അൽഹംദുലില്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം താമസിച്ചത് കൊണ്ട് ഞാൻ നിർത്തുകയാ. പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കൊല്ലം ഒരുമിച്ച് കൂടാം, ഇതിൻ്റെ ബാലൻസ് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഒരുപാട് പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വഅ്ള് പറയാനൊന്നും അറിയില്ല, ഞാനൊരു മുത്തഅല്ലിമ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. അള്ളാഹു ചെയ്ത ഒരു നിഅമത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇത്തിരി പക്വത കുറവുണ്ട്, വയസ്സുണ്ടെങ്കിലും പക്വത ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊറുത്തരുമാറാകട്ടെ, അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ എന്നാ അതിനർത്ഥം. പൊരുത്തം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നോക്കാന്നാണോ പറയുന്നത്? അല്ലപ്പാ, പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊറുത്തരുമാറാകട്ടെ, അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ അനസുമോലെ? പ്രത്യേകിച്ച് അൽഹംദുലില്ലാ, നല്ല ലക്ഷ്യത്തോടു കൂടി അൽഹംദുലില്ലാ ഒരു അക്കാദമിയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ നിർത്താം, കഴിഞ്ഞു. അള്ളാഹു ആരെല്ലാം കൈപൊക്കിയോ എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. കൈപൊക്കാത്തവനെ പൈസ ഒന്നും ചോദിച്ചില്ല, ഒന്നുകൂടെ കൈപൊക്കിക്കേ. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണം വേണോ? വേണോ വേണ്ടേ? വേണം. എന്ത് ചെയ്തിട്ടാ? എല്ലാവർക്കും നല്ല മരണം വേണം. എന്ത് ചെയ്തിട്ട്? ഒരാൾക്കൊരു നല്ല മരണം കിട്ടണമെങ്കിൽ 1000 നന്മ ഒന്നും വേണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്യണം. പറ, ഒരെണ്ണമെങ്കിലും ചെയ്യണോ? പറ, വേണോ വേണ്ടേ? ഒരു നന്മയെങ്കിലും ചെയ്യണോ? നിങ്ങൾ ചെയ്ത നന്മ എന്താ? നിസ്കരിക്കില്ലേ?
നിസ്കരിക്കില്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്ന ആഴത്തേനെയും കുൽഹു അല്ലാഹി 4 പേര് കാണാനുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൂറത്ത് ഓതി നിസ്കരിക്കും അല്ലേ? എന്താ വാപ്പ ക്ഷീണിച്ച് 3 മണിക്ക് എഴുന്നേറ്റാ പിന്നെ സുബഹി വരെ ഉറങ്ങത്തില്ല ഉസ്താദെ, കാരണം നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണെന്ന് 4 പേര് അറിയണം. ഉമ്മാനോട് ചോദിക്കുക, എന്താ ഉമ്മ ക്ഷീണിച്ച്, എന്താ മുഖമൊക്കെ? തിങ്കളും വ്യാഴവും നോമ്പ ആമിന എപ്പോഴും അല്ലേ? പോയി ചെയ്ത നന്മയൊക്കെ പോയി. നമ്മൾ ഏത് നന്മ ചെയ്താലും ഇങ്ങനെ തന്നെ വാട്സപ്പിലൊക്കെ ഇടുവോ, പേര് വിളിച്ചു പറയോ, എങ്കിൽ പൈസ തരാം, അല്ലെങ്കിൽ വീടിന്റെ പടി പോലും കയറ്റില്ല. 1995 ഹജ്ജിന് പോയപ്പോൾ അങ്ങനെ ആയിരുന്നു, 2000 പോയപ്പോൾ ഇങ്ങനെ 3-4 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാരോട് പറയണം. ഇടോ, നമ്മൾ ചെയ്ത നന്മയൊന്നും അള്ളാഹ് കണ്ടിട്ടില്ല, നാട്ടുകാരെ കണ്ടിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഒരാൾക്കൊരു നല്ല മരണം കിട്ടണമെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യണം, അല്ലാതെ എങ്ങനെ നമുക്ക് നല്ല മരണം കിട്ടാം? എന്ത് ധൈര്യത്തിലാടോ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും മരിച്ചൂടെ നമ്മൾ? ഈ വഴുതു പറയണ ഞാൻ ഇന്നിത് തീർക്കുമെന്ന് പറയാൻ പോലും എനിക്കറിയോ? നിപ്പിന് വീണു പോകാം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ സഹോദര. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം നബിതങ്ങൾ ഇങ്ങനെ രോഗിയാ, പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, അപ്പോഴാ ഓർമ്മ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ. ഓടിച്ചെന്ന് ആയിഷ ബീബി കൊണ്ടുവന്ന് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. അള്ളാന്റെ റസൂൽ കരയാൻ തുടങ്ങി. എന്തേ നബിയെ കരയണേ? ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ച അള്ളാഹിനോട് എന്തു പറയാ ആയിഷ? പേടിച്ചിട്ട്. നീ ഇത് ആർക്കെങ്കിലും പാപങ്ങൾക്ക് കൊണ്ടുവിട്, പെട്ടെന്ന് കൊണ്ടുവിട്. ആയിഷ ബീബി കൊണ്ട് സദക്ക കൊടുത്തടോ. ഈ നബിതങ്ങൾ മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നു. ആ നബിതങ്ങളുടെ റൂഹ് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുമ്പോൾ നബിതങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. നബിതങ്ങൾ തന്നെ ചോദിച്ചു, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്കോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിലെ, ഒന്ന് പതുക്കെ പിടിക്കോ. എനിക്കറിയില്ല നബിയെ ഇതിനെക്കാളും മയമായി പിടിക്കാൻ. ഇവിടെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേക്കും, കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, വേദന സഹിക്കാൻ പറ്റാതെ. അവസാനം അടുത്ത് വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങളും മുഖത്തൊഴിച്ചു, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ. അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ഇന്നലിൽ മൗത്തി ലസഖറ, മരണത്തിന് വല്ലാത്ത വേദനയാ. ഞാനും നിങ്ങളും കോഴിക്കടയിൽ പോകും, കോഴി ഇങ്ങനെ അറുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതിങ്ങനെ പെടയും, ചിറകിട്ടടിച്ച് കാലിട്ടടിച്ച് തലയിട്ടടിച്ച് തുള്ളിച്ചാടും, നോക്കി നിൽക്കും. ഇങ്ങനെ പെരുന്നാളിന് ഉളുഹിയത്ത് ഇറക്കുമ്പോൾ, നേർച്ചയ്ക്ക് മൃഗത്തെ ഇറക്കുമ്പോൾ ഇങ്ങനെ കാലും കൈ വിട്ട് അടിച്ചടിച്ചു പെടഞ്ഞ് അവസാനം ഇങ്ങനെ റൂഹ് പോകുന്നത് നോക്കി നിൽക്കും. പക്ഷെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ഒരു മരണം നമുക്കും വരുമെന്ന്? എടോ, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ ഈ കോഴി ചാടണേ, തലയിട്ടടിക്കണേ, ചിറകിട്ടടിക്കുന്നേ? അല്ലാഹു അലം. ആ കോഴിയോട് കാണിച്ച കരുണ പോലും അള്ളാഹ് നമ്മളോട് കാണിക്കില്ല. ഉമ്മ പറയുന്നത് പ്രസവത്തിന് മരണവേദന എന്നാ. ആരാ ഉമ്മ പറഞ്ഞേ? ഉമ്മ ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല. കാരണം മരണവേദനയുടെ ഒരു അംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. അത് സുഖപ്രസവം എന്നല്ലേ പറയുക അല്ലെ? ചില പെണ്ണുങ്ങൾക്ക് പ്രസവിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. പോട്ടെ, നീ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറും 2-3 നേഴ്സുമാരും നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചു അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം 70,000. റൂഹ് പിടിക്കുന്ന സമയം 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. അത്രയ്ക്ക് വേദനയാ മരണത്തിന്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ആ സമയത്ത് വേണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾ ഇപ്പം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എടോ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യണം. നീ മരിച്ച നിന്റെ കടം പോലും നിന്റെ മക്കൾ വീട്ടൂല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ മക്കൾക്ക്? ഇരിക്കണ കാക്കാമാര് ഉമ്മമാര് ചിന്തിക്ക്, മോളോട് ചോദിര്, ഞാൻ മരിച്ചാ കുളിപ്പിക്കുമെന്ന്. ഓക്കറിയില്ല. മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയില്ല. ഖബറിന്റെ ചാരത്ത് പോകത്തില്ലടോ. കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. ഖബറിന്റെ ചാരത്ത് പോലും പോകാൻ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച ആയുസ് കളയാതെ, മക്കളിൽ പ്രതീക്ഷ വെക്കാതെ
നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ തന്നെ ചെയ്തു വെക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.